എല്ലാ കൂട്ടുകാർക്കും മിസ്റ്റർ പ്രിൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു വെച്ചാൽ ഇനി നമ്മൾ വൺ പീസ് കാണാൻ പോകുന്ന ബിട്രയലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് ആരൊക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നമ്മൾ ആനിമെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ലിങ്ക് തൊട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇപ്പോൾ 5K സബ്സ്ക്രൈബേഴ്സ് ആകാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ 5K സബ്സ്ക്രൈബേഴ്സ് എത്താനും കൂടി ഒന്ന് സഹായിക്കുക. എന്നാൽ ഞാൻ അധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. ഈ ലിസ്റ്റിൽ വരുന്ന ഒരു ക്യാരക്ടർ മറ്റാരുമല്ല, നമ്മുടെ 5 എൽഡേഴ്സിലെ ഒരു മെമ്പർ ആയിട്ടുള്ള ജൂപ്പിറ്ററാണ്. ജൂപ്പിറ്ററിനെ സംബന്ധിച്ച് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. നമ്മുടെ ജൂപ്പിറ്റർ വേൾഡ് ഗവൺമെൻറ്റിനോട് അത്രമാത്രം ലോയലായിട്ടുള്ള ഒരു ക്യാരക്ടറൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ഒരു തിയറിയിൽ നമ്മുടെ ജൂപ്പിറ്ററിനെ കൊണ്ട് ഇങ്ങനെ വരെ പറയുന്നത് നമ്മുടെ ജൂപ്പിറ്റർ നമ്മുടെ ജോയ് ബോയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോയ് ബോയുടെ ഡിഫീറ്റിന് ശേഷം നമ്മുടെ ജൂപ്പിറ്റർ ജോയ് ബോയുടെ പ്ലാന് പ്രകാരമാണ് നമ്മുടെ 5 എൽഡേഴ്സിലൊരു മെമ്പറായി ചേർന്നതെന്ന്. ഇത് സത്യമാണെന്ന് തെളിയിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഒന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ ഈ തിയറി സത്യമായേക്കാം. കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമ്മൾ 5 എൽഡേഴ്സിനെ ഒരുമിച്ച് കാണിക്കുന്ന പല സീനുകളിലും നമ്മുടെ ജൂപ്പിറ്റർ അവർ 4 പേരിൽ നിന്നും വിട്ട് മാറി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു പക്ഷേ ഇത് നമ്മുടെ ഓട ഹിൻഡ് ചെയ്യുന്നതായിരിക്കാം നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന ബിട്രയലിനെ പറ്റി. പിന്നെ വൺ പീസിൽ നമ്മൾ കാണാൻ പോകുന്ന മേജറായിട്ടുള്ളൊരു ബിട്രയൽ എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് പൈററ്റ്സിനെ നമ്മുടെ കൂസാൻ ബിട്രേ ചെയ്യുന്നതായിരിക്കും. ഇതെന്തായാലും നടക്കുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൂസാൻ വളരെ നല്ലൊരു ക്യാരക്ടറാണ്. നമ്മുടെ ബ്ലാക്ക് ബിയർഡിൻ്റെ പ്ലാന് വിട്ടക്കാരോ നമ്മുടെ ബ്ലാക്ക് ബിയർഡ് വേൾഡിൻ്റെ കിങ് ആവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂസാൻ നമ്മുടെ ബ്ലാക്ക് ബിയർഡിനെ ബിട്രേ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ചില തിയറിയിലൊക്കെ പറയുന്നുണ്ട് നമ്മുടെ കൂസാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ റവല്യൂഷണറി ആർമിക്ക് വേണ്ടിയിട്ടാണെന്ന്. ചിലപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ കൂസാൻ്റെ ബിട്രയലും കാണാൻ പറ്റിയേക്കും. പിന്നെ നമ്മൾ കാണാൻ ചാൻസുള്ള ഒരു മേജർ ബിട്രയൽ എന്ന് വെച്ചാൽ നമ്മുടെ ഫുജിറ്റോറ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ബിട്രേ ചെയ്യുന്നതായിരിക്കും. ഇക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട, തീർച്ചയായിട്ടും നമ്മുടെ ഫുജിറ്റോറ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ബിട്രേ ചെയ്തിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ ഫുജിറ്റോറ നമ്മുടെ ലൂഫിനെ കണ്ട് ഒരുപാട് തവണ ഇംപ്രസ് ആവുന്നത് നമ്മൾ കാണിച്ചിട്ട്, അത് മാത്രമല്ല ഡ്രസ്റോസ ആർക്കിൽ നമ്മുടെ ഫുജിറ്റോറ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രോ ഹാറ്റ്സിനെ അവിടെ നിന്ന് നമ്മുടെ ഫുജിറ്റോറക്ക് ക്യാപ്ചർ ചെയ്യാനും പറ്റിയേനെ. പക്ഷേങ്കിൽ നമ്മുടെ ഫുജിറ്റോറ അവിടെ ഒരു ഓൾ ഔട്ട് ഫൈറ്റിന് പോയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ ഫുജിറ്റോറ ഫൈനൽ വാർ നടക്കുന്ന സമയത്ത് നമ്മുടെ ലൂഫിയുടെ ഭാഗത്ത് ചേരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലൂഫിയുടെ ഭാഗത്ത് ചേരാൻ ചാൻസുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ കീസരുവും നമ്മുടെ എഗഡിൽ നടന്ന ഫൈറ്റിൽ നമ്മൾ കാണിച്ചിട്ട് നമ്മുടെ ലൂഫിക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത്. കീസരു ആ ടൈമിൽ നമ്മുടെ ലൂഫിക്ക് ഫുഡ് കൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ 5 എൽഡേഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ ലൂഫിനെയും അതുപോലെ തന്നെ മറ്റുള്ള സ്ട്രോ ഹാറ്റ്സിനെ അവിടെ നിന്ന് ഡിഫീറ്റ് ചെയ്തേനെ. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നമ്മുടെ കീസരു നമ്മുടെ ഫൈനൽ വാറിൽ നമ്മുടെ ലൂഫിയുടെ കൂടെ ചേർന്ന് ഫൈറ്റ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടർ നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെ ബിട്രേ ചെയ്ത് നമ്മുടെ ലൂഫിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ പേരൂടെ ഞാൻ പറയാം. ഒന്ന് നമ്മുടെ സ്മോക്കർ, പിന്നെ ടിഷിക്കി, അതുപോലെ കോബി, പിന്നെ നമ്മുടെ സെങ്കോക്കു, ഗാർപ്പ്, ഇവരൊക്കെ നമ്മുടെ ലൂഫിയുടെ കൂടെ ചേർന്ന് നമ്മുടെ വേൾഡ് ഗവൺമെൻറ്റിനെതിരെ ഫൈറ്റ് ചെയ്തേക്കാം. പിന്നെ ചിലരൊക്കെ പറയുന്നത് നമ്മുടെ ഷാങ്ക്സ് ലൂഫിനെ ബിട്രേ ചെയ്യുന്നൊക്കെ, അതൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അൺ ചെയ്താൽ ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.